ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു മിനി ട്രിപ്പ് പോവാണ്. വേറെ എവിടേക്കല്ല, വണ്ടർലേക്കാണ് പോണത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ വണ്ടർല എത്തിയപ്പോൾ ഒരു 11:45 12 മണിക്കുള്ളിലാണ് നമ്മളിവിടെ എത്തിയത്. അവിടെ എത്തി നമ്മൾ ആദ്യം ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഓൾറെഡി നമ്മൾ 1 hour ലേറ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് റൈഡിലും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് വരും എന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ അവിടെ പോയി ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു പോന്നു. ഇതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ലുക്ക്. ഇനിയിപ്പോൾ നേരെ ഓരോ റൈഡ് വീതം സ്റ്റാർട്ട് ചെയ്യാം. Check it out, yo. Wah, wah. I break it down. Yeah, yeah. Check it out, yo. Wah, wah. I bring the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. അപ്പം ഞാൻ രണ്ടാമത്തെ തവണ ഇപ്പോൾ വണ്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു റൈഡിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കിളി പോകാൻ വേണ്ടി കയറാൻ പോവുകയാണ് ഗൈസ്. അകത്ത് ഭയങ്കര ധൈര്യത്തിലൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു റൈഡിന് മേവർക്ക് നല്ല പേരിടാൻ പോകുന്നത് ഇത് കുലുക്കി സർബത്താണ്. നമ്മളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കുലുക്കലാണ് ഇത് മൊത്തം. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. കാണണ്ടാവും ഞാൻ അവിടെ ഇതിന് എന്തൊക്കെയോ പറയുന്നത്. ആക്ച്വലി ഞാൻ ദൈവത്തിനെ വിളിക്കുകയായിരുന്നു. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ടാണ് ചെയ്യാറ്. ആരും പേടിക്കേണ്ട, ആ സൗണ്ട് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. പേടിച്ചിട്ടല്ല, ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കോസ്റ്റിൽ നമ്മൾ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസ് ആവുകയും ചെയ്തതുകൊണ്ട് തീരെ കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം. നമ്മൾ ഈ കയറിയത് ഈ ഒരു ടവറിലാണ്. ടവർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അത്ര പേടിയൊന്നും തോന്നില്ല. മറ്റേതെനിക്ക് പേടി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റ് എനിക്ക് ലൂസായിരുന്നു. വണ്ണമില്ലാത്തതുകൊണ്ട് ലൂസായതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഇതൊന്നും എനിക്ക് അത്ര സീനായിട്ട് തോന്നില്ല. നല്ല രസമുണ്ട്. ഇത്രയും ഹൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഇടുമ്പോൾ നമ്മുടെ കാലൊന്ന് ജസ്റ്റ് പൊന്തുമ്പോൾ ഒരു ഇത് വരും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു റൈഡ് ട്രൈ ചെയ്തു. I'm C.I.D. Musa. I'm gonna get you, watch out. You think that you will get away? Well, think again, my little prey. You cannot run and cannot hide, 'cause I'm with the move with the FBI. Yeah, check it out, yo. Take it down, come on, wah, wah, yeah. റൈഡിൻ്റെ പേര് എക്നോസ് എന്നാണ്. 360 ഡിഗ്രി ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് നല്ല വൈബിലുള്ള ഒരു സംഭവം തന്നെ കേട്ടോ. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് തന്നെ അറിയണം. ഇവിടെ റൈഡ്സ് കാര്യങ്ങൾ മാത്രമല്ല, കാണാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. കുറേ സ്റ്റില്ല് കാര്യങ്ങൾ, ഫോട്ടോ എടുക്കാൻ പറ്റിയത് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വെറുതെ വന്നിരിക്കാനായാലും ഇത് അത്യാവശ്യം നമുക്ക് വർത്താണ്. എല്ലായിടത്തും കണ്ടിരിക്കാനായാലും എല്ലാം കൊണ്ട് ഇത് അടിപൊളിയാണ് വണ്ടർല എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആ റെഡി കയറാൻ മാത്രം എന്ന് വിചാരിച്ചാലും മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാണാനായിട്ടാണെങ്കിൽ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നെക്സ്റ്റ് പോകുന്നത് സ്പേസ് ഗൺ എന്നാണ് ഈ ഒരു റൈഡിനെ പറയുന്ന പേര്. ഈ ഒരു റൈഡിൽ ഞാൻ ഈ പ്രാവശ്യം കയറിയില്ല ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ ഇതിൻ്റെ ഡെപ്ത് ഞാൻ എന്തോരുണ്ടെന്ന് മനസ്സിലാക്കിയോണ്ട് ഞാൻ ഈ പ്രാവശ്യം കയറിയില്ല. ഞാൻ ബുദ്ധിക്ക് കളിച്ചു. അപ്പോൾ എൻ്റെ കസിൻസ് ഇവർ 2 പേരാണ് കയറിയത്. അപ്പോൾ പിന്നെ അവർ കയറിക്കോട്ടെ, എൻജോയ് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകൊടുത്തു. നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോണത് വണ്ടർലേത്ത അമ്മൂനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഹായ് അമ്മു.
സമയം ഇപ്പോൾ 1:30-2 മണി അടുത്തായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ആകെ വാടി കരിഞ്ഞു പോയി, വിശന്നിട്ടും പാടില്ല. പിന്നെ ബാക്കിയുള്ള റൈഡ്സൊക്കെ ഫുഡ് കഴിച്ചിട്ടാവാന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരെ വാലി വ്യൂവിലേക്ക് കയറി. അവിടെ പോയിട്ട് ഞങ്ങൾ 3 തലശ്ശേരി ബിരിയാണിയും പിന്നെ സാധാ 3 ചോറും വാങ്ങിച്ചു. അവിടെ ഇങ്ങനെ കുറേ മിനിയേച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ളും നല്ല വൈബായിരുന്നു കേട്ടോ ആ ഒരു ഹോട്ടൽ കാണാനായിട്ട്. നല്ല രസമുണ്ട്, അവിടുത്തെ വ്യൂ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുത്തരുന്നത് അമ്മയുണ്ടോ. ഇവിടെ ഒരു പ്രത്യേകത സെൽഫ് സർവീസിങ് ആണ് ഇവിടെ. അപ്പോൾ അമ്മ തന്നെ പോയിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരണം. ഫസ്റ്റ് തന്നെ മീൽസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കൊണ്ടുപോയി വെച്ചു. ചോറ്, പപ്പടം, പായസം, സാമ്പാർ, രസം, മോര്, പിന്നെ 2 കൂട്ടുകറി, അച്ചാറ്, ഇഞ്ചിക്കറി, ഇത്ര അടങ്ങിയിട്ടുള്ള ഒരു മീൽസ്. പിന്നെ നെക്സ്റ്റ് വന്നത് നമ്മുടെ തലശ്ശേരി ബിരിയാണി. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ലായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു. തലശ്ശേരി ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇഞ്ചിക്കറിയും കച്ചമ്പറും പപ്പടവും പിന്നെ ബിരിയാണിയാണുള്ളത്. ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് ചിക്കനായിരുന്നു. സാധാരണ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ 2 പീസ് ചിക്കൻ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് 4 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. റൈസ് കുറവായിരുന്നു. സാധാരണ ഞാൻ ഒരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് തിന്നാറില്ല റൈസിൻ്റെ ക്വാണ്ടിറ്റി മൂലം. ഇതിൽ ചിക്കൻ കൂടുതലായിരുന്നു, റൈസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളും തിന്നു തീർത്തു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വാട്ടർ റൈഡ്സിലേക്കാണ് പോയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളും അമ്മമാരും സെപ്പറേറ്റ് ആയിപ്പോയി. അവർ ഈ ഭാഗത്തേക്ക് വന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഓരോ സ്ഥലത്തേക്ക് പോയപ്പോൾ അവർ വേറെ സ്ഥലത്ത്, ഞങ്ങൾ വേറെ സ്ഥലത്ത്. അപ്പോൾ ഫോൺ ഞങ്ങൾ എടുത്തില്ല. ഫോൺ അപ്പോൾ അമ്മയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ പിന്നെ അത് ആഡാക്കാണ്. അപ്പോൾ വാട്ടർ റൈഡ്സിൽ ഈ റൈഡിലാണ് നമ്മൾ ഫസ്റ്റ് കയറിയത്. ഇതെല്ലാവർക്കും അറിയാം അടിപൊളിയാണെന്നുള്ളത്. സൂപ്പറാണ് കേട്ടോ, ഒരു പേടിയില്ലാണ്ട് കയറാൻ പറ്റിയ ഒരു റൈഡാണ്. അപ്പോൾ ഗൈസ് അടുത്ത് വന്നിട്ട് നമ്മുടെ വണ്ടർലേ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡാണ്. ഇതിന് ഏട്ടൻ്റെ പേര് ബിരിയാണി ചെമ്പെന്നാണ്. ആക്ച്വലി ശരിക്കും നമുക്ക് ഭയങ്കര തലറങ്ങി ആകെതായി പോണ ഒരു റൈഡാണ്. അപ്പോൾ ഞങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇതിൽ നമ്മൾ മാത്രമുള്ളൂ എൻ്റെ അമ്മ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ധൈര്യമുള്ള വേറെ ആരുമില്ല ഗൈസ്. ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ധൈര്യശാലികളായിട്ട്. അതുകൊണ്ട് ഈ റൈഡിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ടാർജറ്റ് ഈ റൈഡാണ്. ഈ റൈഡിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കാൻ മറന്നു. ഇത് ടവറിൻ്റെ പോലെ തന്നെയുള്ള സെയിം വെയിറ്റുള്ള ഒരു റൈഡാണ്. ഇതെന്താണ് റൈഡെന്ന് അറിയാണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് ഇതിനകത്ത് കയറിയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടവറിൻ്റെ പോലെ തന്നെ നേരെ മേലെ പോയിട്ട് അവിടെ നിന്ന് സ്പീഡിൽ താഴത്തോട്ട് ഇടുന്ന വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല ഈ റൈഡ്. ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇങ്ങനെ നേരെ പതുക്കെ മേലോട്ട് പോവും, അതേപോലെ തന്നെ സെയിം ആയിട്ട് ഇങ്ങനെ താഴോട്ട് വരും. ഇങ്ങനെ റൗണ്ടിൽ ചുറ്റുന്നുണ്ട്, അത് അതേപോലെ ഒപ്പം തന്നെ മേലോട്ടും പോകണം. ഒട്ടും മേടിക്കാനില്ല കേട്ടോ, സിമ്പിളാണ് ഈ റൈഡ്. അതേപോലെ തന്നെ മേലെ പോവുക, ഫുള്ള് വ്യൂ കാണാൻ പറ്റും. ഇതിൽ കയറിയാലാണ് വണ്ടർല എന്താണ് ഫുള്ള് വ്യൂ കാണാൻ പറ്റുന്നത്. ഈ റൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റൈഡാണ് ഈ കേട്ടോ. സത്യം പറയാം അടിപൊളി റൈഡാണ്. വളരെ സത്യമാണ് പറഞ്ഞത്. ആകാശം കാണൂല, ഒന്നും കാണൂല ഈ റൈഡ് കയറിയിട്ടുണ്ടെങ്കിൽ. I'm C.I.D. Musa. I'm gonna get you, watch out. You think that you will get away? Well, think again, my little. ഗൈസ് ബിരിയാണി ചെമ്പ് മാത്രമല്ല, അതിലും കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡ് ഉണ്ട്. ഇത് ഞാൻ അത്രയും ധൈര്യമുള്ളവർക്ക് മാത്രം ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അത്രയും ധൈര്യമുള്ളവർ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇത് തന്നെ കണ്ടു നോക്ക്, ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഇതിന് തന്നെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര സേഫ്റ്റി ഇതൊക്കെ ഉള്ള സംഭവമാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ഈ ഒരു റൈഡ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. You cannot run and cannot hide, 'cause I'm with the move with the FBI. Yeah, check it out, yo. Take it down, come on, yeah.
എക്സ്പീരിയൻസ് പറയാൻ പേടിച്ചാ ഒന്നും പറയണ്ട, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. കാണാൻ പറ്റിയില്ല താവളച്ചാട്ടം. അപ്പോൾ റെയിൻ ഡിസ്കോ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേവ്സിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പം നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടെ പോയി തിമിർത്തിട്ട് വരാം. ഫോട്ടോ എടുക്കട്ടെ. ഈശ്വരാ, ഒരാപത്തും വരുത്തല്ലേ. അപ്പോൾ ഗൈസ് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. കാരണം അമ്മയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, മതി പോവാന്ന് പറഞ്ഞാൽ 5 മണിക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വെയിറ്റ്, ഞാൻ കുറച്ച് റൈഡ് കൂടി കയറാനുണ്ട്. അപ്പോൾ വണ്ടർല പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റൈഡാണ് എയർ റേസ് എന്ന് പറയുന്നത്. കാണുന്നത് ഞങ്ങൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. അർജുൻ സൂക്ഷിച്ചിരുന്നോളം, വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. ഇടത്തിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ അയ്യോ ഇതിനകത്ത് ഭ്രാന്തരോ എന്ത് ഇയാൾ കളിക്കുന്ന സുനാപ്പി എന്ത് ഇത്രേ? അയ്യോ അർജുന ഒന്നും പറയണോ? ആളിറങ്ങി നിർത്തണോ? പോണോ? പുതിയ റൈഡായ എയർ റേസ് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും CID മൂസയിലെ സലിംകുമാർ ലാസ്റ്റ് ആ പ്ലേ ഓടിച്ചുകൊണ്ട് പോയി അതേ ഫീൽ തന്നെ ഇതിനകത്തും കിട്ടണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന അമ്മേനെ കൂട്ടി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയി. ഇങ്ങനെ ഓരോ ലോക്കേഴ്സാണ് കേട്ടോ. നമ്മുടെ ലോക്കേഴ്സിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ പൂട്ടി വെച്ച് സെറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വണ്ടറിലേക്ക് ടാറ്റൊക്കെ കൊടുത്തു, ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോരായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലത്തെ ഒരു ഫീല്. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. അപ്പോൾ അവിടെ നേരെ അടിയിലോട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ബസ് ഫ്രീ ആണ് കേട്ടോ. ഫ്രീ സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടർല വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വന്നേരം ടാറ്റ. ആകാശം കാണൂല അങ്ങാടി ചെന്നാലും അമ്മ